എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ കെ.വി. ആനന്ദ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു ജീവിത സത്യത്തെക്കുറിച്ചാണ്. തിരസ്കരണവും പരാജയവും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എല്ലാവരും തിരസ്കരണം അല്ലെങ്കിൽ പരാജയം നേരിട്ടിട്ടുണ്ടാവാം. ഒരു ജോലി കിട്ടാതെ പോയത്, ഒരു ബന്ധം തകർന്നത്, ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും വില കുറച്ച് കണ്ടത്. ആ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്? വേദന, നിരാശ, അപമാനം, സ്വയം സംശയം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് തിരസ്കരണവും പരാജയവും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനമാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒരാൾ നിങ്ങളെ നിരസിച്ചാൽ അതിനർത്ഥം നിങ്ങൾ വില കുറഞ്ഞവനാണ് എന്നല്ല. അതൊരു നിങ്ങൾ ഫിറ്റല്ല എന്നുള്ളതിൻ്റെ സൂചന മാത്രമാണ്. ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജെ.കെ. റൗളിങ്ങിൻ്റെ ആദ്യ പുസ്തകമായ ഹാരി പോട്ടറിൻ്റെ 1ാം എഡിഷൻ പല പുസ്തക പ്രസാധകരും നിരസിച്ചതാണ്. തോമസ് എഡിസന്റെ ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടതാണ്. എ.പി.ജെ. അബ്ദുൽ കലാം പലതവണ അദ്ദേഹത്തിൻ്റെ കരിയറിൽ പരാജയങ്ങൾ നേരിട്ടു. അവർ അവരുടെ യാത്ര നിർത്തിയിരുന്നെങ്കിലോ ഇന്ന് ലോകം അവരെ ഓർക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിരസിക്കപ്പെട്ടാൽ അതൊരിക്കലും നിങ്ങൾ വില കുറഞ്ഞവനാണ് എന്നല്ല, തൽക്കാലം ഒരല്പം പുറകോട്ടായി എന്ന് മാത്രമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിൽ പറയുന്നത് ആ സംഭവം നമ്മെ തകർക്കുന്നില്ല, ആ സംഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യാഖ്യാനമാണ് നമ്മളെ തകർക്കുന്നത് എന്നാണ്. പരാജയം സംഭവിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഞാൻ ഒന്നിനും കഴിവില്ലാത്തവനാണ്, എൻ്റെ കഴിവുകൾ കുറവാണ് എന്നെല്ലാമായിരിക്കും. പക്ഷേ ഇതൊരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ്, ഓവർ ജനറലൈസേഷനാണ്. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ജീവിതം മുഴുവൻ പരാജയമാണ് എന്നർത്ഥമില്ല. ഒരു ബന്ധം തകർന്നതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുവാൻ അർഹനല്ല എന്നർത്ഥമില്ല. നമ്മളെ ആരെങ്കിലും നിരസിക്കുമ്പോൾ നമ്മൾ 2 വഴികളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കാം. ഒന്നാമത്തെ വഴി, ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ മതിയാവില്ല എന്ന് കരുതി പിന്മാറുക. അതല്ലെങ്കിൽ രണ്ടാമതായി, എനിക്ക് എവിടെയാണ് മെച്ചപ്പെടാൻ കഴിയുക എന്ന് ചിന്തിക്കാം. ഇതിൽ 1, 2 ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. രണ്ടാമത്തെ വഴി, അതായത് എനിക്ക് എവിടെയാണ് മെച്ചപ്പെടുത്താൻ കഴിയുക എന്ന വഴി തിരഞ്ഞെടുക്കുന്നവർ ജീവിതത്തിൽ മുന്നേറുന്നു. എനിക്ക് മതിയായി എന്ന് കരുതി പിന്മാറുന്നവർ ജീവിതത്തിൽ പുറകോട്ട് പോകുന്നു. തിരസ്കരണം പൊതുവെ നമ്മളെ എമോഷണൽ റെസിലിയൻസ് പഠിപ്പിക്കുന്നു. മനസ്സിൻ്റെ മസിൽ കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. തിരസ്കരണത്തിന് ശേഷം ഉള്ളൊരു നിശബ്ദമായ തീ ഉണ്ടാവും, ഫയർ, നമ്മുടെ മനസ്സിനകത്ത്. ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ആ തീ സ്വയം തെളിയിക്കുവാനുള്ള തീയാണ്. ആ തീയാണ് ഏറ്റവും വലിയ പ്രചോദനം. ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഈ തീ നശിപ്പിക്കാതെ ഇത് ഫ്യുവൽ ആക്കി മാറ്റണം, ഇന്ധനമാക്കി മാറ്റണം. പ്രതീക്ഷ നഷ്ടപ്പെടുന്നവർ അവസാനിക്കുന്നു, അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ വേദനയെ ശക്തിയാക്കി മാറ്റുന്നവർ ചരിത്രമെഴുതുന്നു. ഒരു ചെറിയ CBT ടെക്നിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്തിടെ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കൂ, 3 ചോദ്യങ്ങൾ അതിലെഴുതൂ. 1, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 2, ഞാൻ അതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? 3, അതിന് കൂടുതൽ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു വ്യാഖ്യാനം ഞാൻ നൽകിയാൽ അതെന്താകും? ഈ 3 ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി എഴുതുക. നിങ്ങളുടെ ചിന്ത മാറ്റുമ്പോൾ നിങ്ങളുടെ വികാരവും മാറുന്നു. നിങ്ങളുടെ വികാരം മാറുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയും മാറും. ഓർമ്മിക്കുക, തിരസ്കരണം
ഒരു സ്റ്റോപ്പ് സൈൻ അല്ല, അതൊരു റീഡയറക്റ്റ് സൈൻ ആണ്. പരാജയം ഒരു അവസാനം അല്ല, അത് ഒരു എഡിറ്റ് ആണ്. നന്നാവാനുള്ള സാഹചര്യമാണ്, കൂടുതൽ മെച്ചപ്പെടുത്തുവാനുള്ള സാഹചര്യമാണ്. ജീവിതം നമ്മെ പരീക്ഷിക്കുന്നു, നമ്മെ തകർക്കാനല്ല, നമ്മളെ കൂടുതൽ ശക്തമാക്കാനാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാകാം, പക്ഷേ നാളെ അതേ അനുഭവം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനമായി മാറാം. തിരസ്കരണം നിങ്ങളെ നിശബ്ദമാക്കരുത്, അത് നിങ്ങളെ തയ്യാറാക്കട്ടെ. പരാജയം നിങ്ങളെ വിഷമിപ്പിക്കരുത്, അത് നിങ്ങളെ പുനർനിർമ്മിക്കട്ടെ. ഞാൻ ഡോക്ടർ KV ആനന്ദ്. ഇത്തരത്തിലുള്ള മനഃശാസ്ത്ര അധിഷ്ഠിതമായ പ്രചോദന വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങൾ ആരെയെങ്കിലും ഈ വീഡിയോ പ്രചോദിപ്പിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. ഓർമ്മിക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം നിങ്ങളുടെ ഏറ്റവും വലിയ തിരസ്കരണത്തിൻ്റെ പിന്നിലായിരിക്കും. നന്ദി.